നിങ്ങൾക്ക് കുട്ടികളെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കുക, ഏറ്റവും നല്ല ജോലിക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഏറ്റവും നന്നായി ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതിന് പുറമെ ആ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു പാരൻ്റ് ആവുക, ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സമയം ആ കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക, കൂടെ നിന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു പാരൻ്റ് ഉള്ള കുട്ടി ഒരു കാരണവശാലും വഴിതെറ്റിപ്പോവില്ല. അത് ഉറപ്പുണ്ട്. ഒരു മയക്കുമരുന്നിലേക്കോ ഈ പറയുന്ന എന്താ പറയാ ദുർബലമായിട്ടുള്ള പ്രണയങ്ങളിലേക്ക് പെടുന്ന കുട്ടികളുണ്ട്. അതെ, അങ്ങനെ ചതിക്കുഴികളിലും ഇങ്ങനെ കാര്യത്തിലൊക്കെ പെടുന്ന പിള്ളേരെ ഒന്ന് വീട്ടിലൊന്ന് ശ്രദ്ധിച്ച് നമുക്കറിയാം, തത്രപ്പാടിലോടുന്ന പാരൻസ് ആയിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ ഇത്ര അബ്യൂസീവായ പാരൻസ് ആയിരിക്കും ഒന്നുകിൽ. ഇങ്ങനെ എന്തെങ്കിലും ഒരു തകരാറ് ഒരു പാരന്റിങ്ങിൽ ഉണ്ടാവും. കൃത്യമായിട്ടുള്ള ശിക്ഷണം എന്ന് പറയുന്നത് തല്ലി പഠിപ്പിക്കുന്നതല്ല ശിക്ഷണം. എടാ ഇത് തെറ്റി, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന പണി ചെയ്തുകൊണ്ട് നീ ഇത് ചെയ്ത് നോക്ക്. ഇപ്പം എൻ്റെ അനിയനെന്ന് പറഞ്ഞാൽ അവനെ കുത്തിയിരുത്തി പഠിപ്പിക്കാൻ പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ അവൻ ദോശ ചുടുന്ന സമയത്ത് അവനെ പറഞ്ഞുകൊണ്ടിരുന്ന അവൻ നന്നായി ഓർക്കും. ഓരോ കുട്ടികൾ ഓരോ രീതിയിലാണ്. എനിക്ക് ഇരുന്ന് പഠിക്കണം, എൻ്റെ അനിയൻ നടന്ന് പഠിക്കും, മൂടി പഠിക്കും. അവൻ കിനസ്തെറ്റിക്കാണ്. അവർ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അനുസരിച്ച് അത് പാരൻസിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാരണം പാരൻസ് ആണ് ഫുൾ ടൈം അവരുടെ കൂടെയുള്ളത്.